കൂട്ടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏൽപ്പിക്കണമെന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് ഇത് ഇത്രയും ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇത്രയും വലിയ ബിൽഡിങ്ങൊക്കെ എന്തിനാണ് ഒരു ബാങ്കിന്. സാധാരണ ബാങ്കിന് കുറഞ്ഞ സൗകര്യം മതിയല്ലോ. ഇപ്പോൾ പുതിയ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഒക്കെ ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. നമ്മൾ ബാങ്ക് പ്രവർത്തനം മാത്രമല്ല, ഇവിടെ 6 ഷോപ്പ് റൂമുകൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ബിൽഡിങ്ങിലുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം ഒരു ഓഡിറ്റോറിയം എന്നുള്ള നിലക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ മേലെ നമുക്ക് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാനും ഇവിടെ ഒരു പരിപാടികൾ നടത്താനും ഒക്കെയുള്ള വലിയ സൗകര്യത്തിൽ, അപ്പോൾ അത് ബാങ്കിന് ഒരു മുതൽക്കൂട്ടായി വരുമാന മാർഗമായിട്ട് മാറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ 1-ാം നില മാത്രമാണ് പൂർത്തിയായത്. 1-ാം നില മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് സാമ്പത്തിക പരിമിതികളുള്ളതുകൊണ്ട് ആണ് ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തത്. അപ്പോൾ ഏതെങ്കിലും സ്കീമിൽ നമ്മളെ JR ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഏതെങ്കിലും സ്കീമിൽ നമ്മളെ ഈ ബാങ്കിൽ ബാക്കിയുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കൊരു നല്ല ബാങ്കിന് നല്ലൊരു ഇൻകം വരുമാന മാർഗമാവുകയും ചെയ്യും. ആ രീതിയിലേക്ക് ഉയർത്തണം എന്നാണ് ബാങ്ക് ഭരണസമിതിയുടെ ആഗ്രഹം. അതുപോലെ നാട്ടുകാരുടെയൊക്കെ സഹകരണം ഉണ്ടായാൽ നമുക്ക് പൂർത്തീകരിക്കുന്നതാണ് പൂർത്തീകരിക്കണമെന്നാണ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യം നമ്മൾ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പരിപാടി ആദ്യം അധ്യക്ഷ വഹിക്കാമെന്ന് ഏറ്റുന്നത് നമ്മൾ MLA ആയിരുന്നു. അദ്ദേഹം മലപ്പുറത്ത് വലിയ പരിപാടി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പരിപാടി നടക്കൊണ്ട് അദ്ദേഹം എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള നമ്മുടെ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, അദ്ദേഹം ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, സ്പോർട്സ് രംഗത്തും അദ്ദേഹത്തിൻ്റെ വകുപ്പ് രംഗത്തൊക്കെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മിനിസ്റ്ററാണ്. നമ്മൾ ഇപ്പോൾ തന്നെ അടുത്ത പത്രത്തിലൊക്കെ ന്യൂസ് വരാൻ തുടങ്ങി. നമ്മൾ എല്ലാവരുടെയും ഇഷ്ട ടീമായ അർജൻറ്റീനയുടെ ടീമിനെ നമ്മൾ കേരളത്തിൽ എത്തിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പാലിക്കുന്നതിനാണ് എല്ലാവരും വിശ്വാസം. അടുത്ത ഡിസംബറോട് മെസ്സി അടക്കമുള്ള ടീം ഇവിടെ എത്തും. അപ്പം അത്രയും കാര്യങ്ങൾ സ്പോർട്സ് രംഗത്ത് അതുപോലെ വകുപ്പ് രംഗത്തുള്ള അഴിമതികളൊക്കെ കൊണ്ടുവരുന്നതിന് വളരെ ഉത്സാഹപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ ബാങ്കിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ കൃതജ്ഞതയുണ്ട്. അദ്ദേഹത്തിന് അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങ് സ്വാഗതം ചെയ്യുന്നു. ായിരുന്നു അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹാനത്ത് കുടുമാടൻ അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർ അധ്യക്ഷത വഹിക്കുന്നതാണ്. അവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളെ ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം മുൻപ് ഇൻസ്പെക്ടറായ കാലം മുതൽക്ക് നമ്മളെ ബാങ്കിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ജോയിൻ്റ് ഡയറക്ടറാണ്, മലപ്പുറം സഹകരണ വകുപ്പ് ജോയിൻ്റ് ഡയറക്ടർ. ഇപ്പോൾ പോലും എല്ലാ സമയത്തും ഈ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളോട് വളരെ നല്ല സപ്പോർട്ടീവായിരുന്ന ഒരു ഡയറക്ടറാണ് ജോയിൻ്റ് ഡയറക്ടർ. അദ്ദേഹം മലപ്പുറം ജോയിൻ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ശ്രീ സുരേന്ദ്രൻ ചെമ്പ്ര, അദ്ദേഹത്തെ ആർദ്രമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മലപ്പുറം ജോയിൻ്റ് രജിസ്ട്രാറാണ് സുരേന്ദ്രൻ ചെമ്പ്ര. ജോയിൻ്റ് ഡയറക്ടറായിട്ട് ഉള്ളത് ശ്രീ L പ്രിയ, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ അടുത്തത് നമ്മുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ റീജ സി.ജെ, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവരെ അഭാവത്തിൽ അവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നീട് പിന്നെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബീന വിൻസെൻ്റ്, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശ്രീ രത്നകുമാരി, നമ്മുടെ നാട്ടുകാരി തന്നെയാണ്, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട്. പിന്നെ പി അബ്ദുറഹ്മാൻ, അതുപോലെ NK ഷൗക്കത്തലി, നമ്മുടെ പഴയ മുൻ ഉറുങ്ങാട്ടി സഹകരണ ബാങ്ക് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പഞ്ചായത്ത് മെമ്പർമാരായ സഹില മുനീർ CK, അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീമതി ജംഷീറ ബാനു, ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കീറമ്പ് പഞ്ചായത്ത്. ശ്രീമതി സാക്കിയ നിസാർ, മെമ്പർ കീറമ്പ് ഗ്രാമപഞ്ചായത്ത്. ശ്രീമതി ഷഹർബാൻ KV, മെമ്പർ കീഴറമ്പ പഞ്ചായത്ത്. ശ്രീമതി ധന്യ ഫ്രാൻസിസ്, മെമ്പർ കീഴറമ്പ പഞ്ചായത്ത്. ശ്രീ വിജയലക്ഷ്മി, മെമ്പർ കീഴറമ്പ പഞ്ചായത്ത്. അബ്ദുറഹ്മാൻ MP, മെമ്പർ കീഴറമ്പ പഞ്ചായത്ത്. കീഴറമ്പ പഞ്ചായത്ത്. KV റഫീഖ് ബാബു, മെമ്പർ കീഴറമ്പ പഞ്ചായത്ത്. ചില ആളുകളൊക്കെ എത്താത്തുണ്ട്, എല്ലാവരും എത്തുമെന്ന് വിചാരിക്കാം. തസീന MK, മെമ്പർ കീഴറമ്പ പഞ്ചായത്ത്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളായിട്ട് ശശികുമാർ K, CPM. ഫാസിൽ MK, പിന്നെ കോൺഗ്രസിൻ്റെ KC ഷുക്കൂർ, അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അക്ബർ കൊളക്കാടൻ, മാനുവൽ തറാപ്പിൽ, മഹബൂബ് PK, വ്യാപാരി വ്യവസായി. നാദിൽ അരീക്കോട്, വ്യാപാരി വ്യവസായി. അബ്ദുൽ നാസർ പ്രസിഡന്റ്, അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക്. സ്പീഡ് കൂട്ടി പറയുന്നു. ശ്രീ PK ചേക്കുട്ടി, ശ്രീ ഉമ്മാച്ചക്കുട്ടി, ശ്രീ N ശങ്കരൻ മാസ്റ്റർ SC. സഹോദരി സഹോദരന്മാരെ, ഈ സന്തോഷകരമായ ചടങ്ങിൻ്റെ അധ്യക്ഷ ഏറ്റവും ബഹുമാന്യയായ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി റൈഹാനത്ത്, ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച പ്രസിഡന്റായുള്ള ശ്രീ KV ജലീൽ, വേദിയിൽ നമ്മോടൊപ്പമുള്ള
സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ബഹുമാനപ്പെട്ട വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാന്യരായ അംഗങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ എല്ലാ മേഖല പോലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ധാരാളം മാതൃകകൾ നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട്. അത് ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളും പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ രാജ്യത്തിന് മാതൃകയാണ്. പക്ഷേ രാജ്യത്തിന് മാതൃക മാത്രമല്ല, ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം നടത്തുന്ന ഒന്നായി കേരളത്തിലെ സഹകരണ മേഖല മാറിയിട്ടുണ്ട്. അതിന് കാരണം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദേശാൽകൃത ബാങ്കുകളായാലും കോർപ്പറേറ്റ് മുതലാളിമാരുടെ ബാങ്കുകളായാലും ഒക്കെ തന്നെ അതിനോട് കടപിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും സഹകരണ മേഖലക്കും കഴിഞ്ഞിട്ടുണ്ട്. സേവന നിരതരായിട്ടുള്ള സഹകാരികളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു വിശ്വാസ്യത പൊതുസമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു വിശ്വാസ്യത എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നെട്ടലായി സഹകരണ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൻ്റെ എക്കോണമി നമ്മളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ എക്കോണമിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് മുൻനിര ബാങ്കുകളൊക്കെ തന്നെ ഇന്ന് കേരളത്തിൽ അവരുടെ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചും അത് വളരെ വിപുലമായി തന്നെ ഇന്ന് അവരുടെ ബ്രാഞ്ചുകൾ ആരംഭിക്കുകയാണ്. ഓരോ ബാങ്കുകൾക്കും ഏറ്റവും കുറഞ്ഞ 450ഓളം ബ്രാഞ്ചുകൾ ഇന്ന് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ ബാങ്കുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇടപാടുകൾ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇത്രയും വലിയ കോമ്പറ്റീഷനിലിടയിലാണ് സഹകരണ സംഘങ്ങൾ തിളക്കമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആധുനികവൽക്കരണം ഏറ്റവും നല്ല രീതിയിൽ ബാങ്കിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇനി നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അർബൻ ബാങ്കുകൾ ഒക്കെ തന്നെ ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകൾ കിടക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് ആയാലും ATM ആയാലും ഇപ്പോൾ മറ്റുള്ള പണം അയക്കുന്നതിനുള്ള സംവിധാനങ്ങളായാലും ഫോറിൻ കറൻസി സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനുമായുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി ജോർദാനിൽ നടന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അന്താരാഷ്ട്ര മേളയിൽ പങ്കെടുത്തത് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി വാസനാണ്. അദ്ദേഹം ആ സമ്മേളനത്തിൽ വെച്ചാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ബാങ്ക് സഹകരണ ബാങ്കുകളിലൊന്നായി കേരള ബാങ്കും അതോടൊപ്പം തന്നെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിലുള്ള അതിലൊന്നായി ഒരാളെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തിരഞ്ഞെടുത്തത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ വളർച്ച? ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെ മാതൃക ആയിട്ട് പ്രവർത്തിക്കുകയാണ് സഹകരണ മേഖല എന്നുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ട ഈ സഹകരണ മേഖല മറ്റുള്ള ബാങ്കിലെ പോലെയല്ല. കേരളത്തിൽ കിട്ടുന്ന നിക്ഷേപങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ വായ്പ നൽകുന്ന
രീതിയായിരുന്നു മുമ്പ് ദേശാൽകൃത ബാങ്കുകൾക്കുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ വ്യവസായത്തിനായാലും അതല്ലെങ്കിൽ ചെറുകിട വ്യവസായമായാലും കാർഷിക മേഖലയിലൊക്കെ തന്നെ വായ്പകൾ നൽകുന്നതിൽ വലിയ വിമുഖത അത്തരം ബാങ്കുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാൻ നമ്മുടെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞു. സഹകരണ മേഖലയുടെ വളർച്ച, ആ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ നൽകുന്ന സേവനങ്ങൾ, അതേ സേവനങ്ങൾ നൽകാൻ ദേശാൽകൃത ബാങ്കുകളും കോർപ്പറേറ്റ് മേഖലയിലുള്ള ബാങ്കുകളും തയ്യാറായിട്ടുണ്ട്. പുതിയ പ്രൊഡക്റ്റുകൾ അവർ ഇറക്കുകയാണ്. ഗ്രാമങ്ങളിൽ പോലും വീടുകൾ കയറി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അത്തരം ബാങ്കുകൾ മാറി എന്നുള്ളതാണ്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ എക്കോണമിയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. ആ എക്കോണമി വളർത്താനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു വലിയ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിദേശ റെമിറ്റൻസ് നല്ല രീതിയിൽ കേരളത്തിലേക്ക് വന്നു. ഒരു ലേബർ ക്ലാസ്സായിട്ട് തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യത്തുള്ള തൊഴിൽ മേഖല ഇന്ന് നോളജ് സൊസൈറ്റിയായി മാറിയിട്ടുണ്ട്. ഏറ്റവും നോളജുള്ള, ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യം മാറി. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല വർക്ക് ഫോഴ്സ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള യുവാക്കളാണ്. ലോകത്തിലെ ഏത് കമ്പനികൾ എടുത്ത് പരിശോധിച്ചാലും അവർക്ക് അത്തരം കമ്പനികൾ കയറിപ്പറ്റാൻ കഴിയുന്നത് കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവർ നൽകുന്ന റെമിറ്റൻസ് നല്ല രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തിന് സ്വാധീനിക്കുന്നു എന്നുള്ളൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഇന്ന് ഗ്രാമീണ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റുള്ള ബാങ്കുകൾ വരുമ്പോൾ അവരോട് മത്സരിക്കാൻ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഇത്തരം ബാങ്കുകൾ ATM ഓൺലൈൻ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമായും അതിലേക്ക് മാറേണ്ട കാലഘട്ടമാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കർഷകരായാലും കർഷക തൊഴിലാളികളായാലും ചെറുകിട കച്ചവടക്കാരായാലും അവരൊക്കെ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. പ്രധാനമായി സാധാരണക്കാരാണ്. അപ്പോൾ ജനകീയമായി തിരഞ്ഞെടുക്കുന്ന ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ ആ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകാനുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിൽ കടക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ അതുകൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ കീഴ്പറമ്പ് സർവീസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കെട്ടിടമായിട്ടുണ്ട്. ഇനി അടിയന്തരമായി നമ്മൾ മറ്റൊരു വലിയ മുന്നേറ്റത്തിലേക്കുള്ള ആധുനിക പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ബാങ്കിങ്ങിലേക്ക് നമ്മൾ കാണണം. പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുറേ കൂടി പുതിയ ജനറേഷനെ നമ്മളെ ബാങ്കുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഓൺലൈൻ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതുകൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് അടക്കമുള്ള എല്ലാ ഭാരവാഹികൾക്കും ഇതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ ഒരു പ്രസ്ഥാനം ഈ നാടിൻ്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇവിടെ നൽകുന്നുണ്ട്. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ ശ്രീകുമാർ വരച്ച ഒരു ചിത്രമാണ് ഇത് നൽകുന്നത്. ഏറനാട് ഡയാലിസിസ് സെൻ്ററിലെ അംഗങ്ങളാണ്. അംഗങ്ങളെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹിമാൻ സാറെ കൂടി ക്ഷണിക്കുകയാണ്. എന്തായിരിക്കും ഈ ചിത്രമെന്ന് നമുക്ക് കാണാം. വരച്ചിരിക്കുന്നത് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരനായ ശ്രീകുമാറാണ്. ഇത് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നു ഏറനാട് ഡയാലിസിസ് സെൻ്ററിലെ അംഗങ്ങൾ. ഓക്കെ. ഓക്കെ, ബഹുമാനപ്പെട്ട മന്ത്രി അവർകൾ നമ്മുടെ കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് ബാങ്കിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇനി ഉദ്ഘാടനം തൊട്ട് മുന്നേ നടക്കേണ്ട ഒരു ചടങ്ങായിരുന്നു നമ്മുടെ റിപ്പോർട്ട് അവതരണം എന്നത്. നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീമതി ഷീബ റാണി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആശുപത്രിയിലെ പ്രിയപ്പെട്ട മകൻ വെച്ചിട്ട് ഇന്നലെ ആക്സിഡന്റ്. ഓക്കെ, ഇവിടെ തൊട്ട് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് പേര്, നമ്മുടെ CV നായർ സാർ അതോടൊപ്പം തന്നെ KV മുനീർ, ഇവർ രണ്ടുപേരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മുടെ ബാങ്കിൻ്റെ എല്ലാമായിരുന്നു അവർ. അവരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആ കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സെക്രട്ടറി റിപ്പോർട്ട് അവതരണം വേദിയിൽ നടത്തുക എന്ന കാര്യം അറിയിക്കുകയാണ്. ഊർങ്ങാട്ടേരി സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി NK ഷൗക്കത്ത് അലി ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റുള്ളവരൊക്കെയുണ്ട്. നമുക്കറിയാം രണ്ടുപേര് CV നായർ, KV മുനീർ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന രണ്ട് മുഖങ്ങളാണ്. നമ്മുടെ ബാങ്കിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഒത്തിരി പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ബാങ്കിന് വേണ്ടി പ്രവർത്തിച്ച, നാടിന് വേണ്ടി പ്രവർത്തിച്ച രണ്ടുപേരുടെ ഫോട്ടോയാണ് ഈ സന്തോഷവേളയിൽ കീഴുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ ഈ വേദിയിൽ അനാച്ഛാദനം നിർവഹിക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ഊർങ്ങാട്ടി സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി NK ഷൗക്കത്ത് അലി സാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഓക്കെ, ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ചുകൂടി ഉദ്ഘാടനങ്ങൾ, ലോക്കർ ഉദ്ഘാടനമുണ്ട്, കൗണ്ടർ ഉദ്ഘാടനമുണ്ട്, നിക്ഷേപ സമാഹരണ പദ്ധതിയുടെ ഉദ്ഘാടനമുണ്ട്, സഹകാരികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്, ഓഹരി സമാഹരണമുണ്ട്, ആശംസകളൊക്കെയുണ്ട്. നമ്മുടെ വേദിയിൽ ചടങ്ങുകൾ തുടരുകയാണ്. എല്ലാവരും സദസ്സിൽ തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരിവിടെയുണ്ട്. പ്രോഗ്രാമിന് മുന്നേ മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ആ പ്രോഗ്രാം കൂടെ തുടരും. ഓക്കെ, ഷിബാറാണി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. വേദിയിൽ നേരത്തെ സദസ്സിലുണ്ടായവരൊക്കെ സദസ്സിലുണ്ടാവണം. വേദിയിലുള്ളവർ വേദിയിലേക്ക് കയറിയിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ കിഴുവറമ്പ് പഞ്ചായത്തിലെ കർഷകരുടെ ഉന്നമനത്തിനായി വാലില്ലാപ്പുഴ ആസ്ഥാനമാക്കി കിഴുവറമ്പ് പഞ്ചായത്ത് പ്രവർത്തന പരിധിയായി 4/1/1989 രജിസ്റ്റർ ചെയ്യുകയും 29/1/1989 അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായ T. ശിവദാസ മേനോൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കിഴുവറമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ ക്ലാസ് 2 പ്രവർത്തിക്കുന്നു. ക്ലാസ് 1 ഉയർത്തുന്നതിന് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അപേക്ഷ ബഹുമാനപ്പെട്ട ജോൺ റസാറിൻ്റെ അനുമതിക്ക് നൽകിയിട്ടുണ്ട്. 1989 വാലില്ലാപ്പുഴയിൽ ഒറ്റമുറി പീടികയിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘം 2021-2022 കാലഘട്ടത്തിൽ വാലില്ലാപ്പുഴ തന്നെ കൂടുതൽ സൗകര്യമുള്ള കെട്ടിടത്തിലേക്കും തുടർന്ന് 2007-08 കാലഘട്ടത്തിൽ ബാങ്കിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി പിന്നീട് കുറ്റൂളിയിലുള്ള വാടക കെട്ടിടത്തിലേക്കും മാറ്റുകയുണ്ടായി. ബാങ്കിന് സ്വന്തമായ ഒരു ആസ്ഥാനം വേണമെന്ന ആഗ്രഹത്താൽ ശ്രീ പാലത്തിങ്ങൽ പ്രഭാകരൻ പ്രസിഡന്റായ ഭരണസമിതിയുടെ കാലത്ത് കുറ്റൂളിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങുകയും തുടർന്ന് ഇപ്പോഴത്തെ ഭരണസമിതി കൂടുതൽ സൗകര്യപ്രദമായ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ബാങ്ക് ഇപ്പോൾ B ഗ്രേഡിലാണ് പ്രവർത്തിക്കുന്നത്. 2017 കിഴുവറമ്പിൽ ബാങ്കിൻ്റെ പുതിയ ശാഖ ആരംഭിച്ചു. ബാങ്ക് ഇപ്പോൾ തുടർച്ചയായി ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബാങ്കിന് 42.39 സെൻറ്റ് സ്ഥലം ആണ് ഉള്ളത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് ബാങ്കിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നും CRPKDS 45/18 നമ്പർ പ്രകാരം 2 കോടി രൂപ അനുവദിച്ചു. ആയതുപ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ബാങ്കിൻ്റെ സ്ട്രക്ചർ വർക്ക് പൂർത്തീകരിച്ചു. കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി NCDCയിൽ നിന്നും 1,46 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. അതിൽ ഒന്നാം ഗഡുവായി 23 ലക്ഷം ഓഹരിയായും 25 ലക്ഷം വായ്പയായും ലഭിച്ചു. ബാക്കി ഇൻറ്റീരിയർ വർക്കുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 24/5/2024 JRMPM 688/2024 CRP നമ്പർ പ്രകാരം
95 ലക്ഷം രൂപ പൊതുഫണ്ടിൽ നിന്നും വിനിയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചു. അതുപ്രകാരം ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബാങ്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 6 ഷോപ്പ് റൂമുകളും മുകളിലത്തെ ഓഡിറ്റോറിയവും വാടകയ്ക്ക് നൽകി ബാങ്കിന് വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാങ്കിൻ്റെ കീഴിൽ കേരള സർക്കാരിൻ്റെ സഹായത്തോടെ അരീക്കോട് ബ്ലോക്കിന് പരിധിയിൽ ഒരു കർഷക സേവന കേന്ദ്രം നടത്തുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങൾ, വിത്ത്, വളം, ഫലവൃക്ഷ തൈകൾ എന്നിവ വിതരണം ചെയ്തു വരുന്നു. അരീക്കോട്, ഊർങ്ങാട്ടി സർവീസ് സഹകരണ ബാങ്കുകളുമായി യോജിച്ച് രൂപീകരിച്ച ഏറനാട് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഡയാലിസ് സെൻ്ററിൽ വൃക്കരോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായും ഡയാലിസ് ചെയ്തു നൽകുന്നു. നൂതന ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതോടൊപ്പം സഹകരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മെമ്പർ റിലീഫ് ഫണ്ട്, അംഗസമാശ്വാസ നിധി, സഹകരണ സാധനം, റിസ്ക് ഫണ്ട് എന്നീ ആനുകൂല്യങ്ങൾ സഹകാരികൾക്ക് ലഭ്യമാക്കുന്നതിന് ബാങ്ക് ശ്രദ്ധ ചെലുത്താറുണ്ട്. കീഴുപറമ്പിലെ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ കൃത്യമായും വിതരണം ചെയ്തു വരുന്നു. ഇതുകൂടാതെ പഞ്ചായത്തിലെ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾ, മികച്ച കർഷകർ എന്നിവരെ ഓരോ വർഷവും ആദരിക്കുന്നു. ഉത്സവകാലങ്ങളിൽ ചന്തകളും സമീപത്തുള്ള ആശുപത്രികളുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നടത്തിവരുന്നു. ഈ ബാങ്കുമായി സഹകരിച്ച സഹകാരികൾ, ആദരണീയരായ രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരോടും ബാങ്കിൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, മറ്റു മെമ്പർമാർ, മറ്റു സഹകാരികൾ എന്നിവരെയും ബാങ്കിൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ടും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് റിപ്പോർട്ട് ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി ലോക്കർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബീന വിൻസെൻ്റ് സംസാരിക്കും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹ്മാനത്ത് കുർമാടൻ. ഈ പരിപാടിയുടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട വി അബ്ദുറഹ്മാൻ, സ്പോർട്സ് ആൻഡ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി, മറ്റ് സ്റ്റേജിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രത്നകുമാരി മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹല, മറ്റ് വിജയലക്ഷ്മി മെമ്പർ, ഷൈജു മെമ്പർ, മറ്റ് ജനപ്രതിനിധികളെ, സ്റ്റേജിൽ ഉള്ള ബാങ്ക് പ്രസിഡന്റ്, ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഈ ബാങ്കിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം സ്വാഗത പ്രസംഗത്തിൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് പറയുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ല ഒരു കെട്ടിടം സ്വന്തം നിലയിൽ നിർമ്മിച്ച് സമർപ്പിക്കുവാൻ സാധിച്ചത്. ഈ ഭരണസമിതി ഒത്തൊരുമയോടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഈ പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദി. ഈ ബാങ്കിൻ്റെ പ്രവർത്തനം തുടർന്ന് മുന്നോട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഓക്കെ, നമുക്ക് ലോക്കർ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് സൗബിന KP ക്ഷണിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബീന വിൻസെൻ്റ് അവരുടെയും ക്ഷണിക്കുന്നു. ലോക്കർ ഏറ്റുവാങ്ങുന്നു സൗബിന KP. കൂടെ നിങ്ങളുടെ
സംസാരിക്കാൻ കിഴിയൂർമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശ്രീ വി അബ്ദുറഹ്മാൻ, അതേപോലെ സ്വാഗതം ആശംസിച്ച ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ വി ജലീൽ, അധ്യക്ഷ സ്ഥാനം വഹിച്ച റയ്യാനത്ത് കുടുംബാൻ, ഞങ്ങളുടെ ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർ ശ്രീ സുരേന്ദ്രൻ ചമ്പ സാർ, വേദിയിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ മാഡം, ഇൻസ്പെക്ടർ സരിത, വേദിയിലും സദസ്സിലിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ബാങ്കിനെ ഈ രീതിയിലേക്ക് എത്തിച്ച നല്ലവരായ സഹകാരികളെ, നാട്ടുകാരെ, 1989 ഒരു ചെറിയ പീഡിയമുറിയിൽ ഒരു ബാങ്ക് ആരംഭിച്ച് ആ ബാങ്കിനെ ഈ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ട് കൊണ്ട് മാത്രം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം ജോയിൻ്റ് രജിസ്ട്രാർ സുരേന്ദ്ര സാർ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് സഹകരണ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മൂല്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതേപോലെ കോവിഡ്, പ്രളയകാലം, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന ബാങ്കുകളിൽ ഒരു ബാങ്ക് തന്നെയാണ് കിഴിയൂർമ്പ് സർവീസ് സഹകരണ ബാങ്ക്. അതുകൂടാതെ അരീക്കോട്, ഊർങ്ങാട്ടേരി, കിഴിയൂർമ്പ് ഭാഗത്തുള്ള ഏറെ വേദന അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന പാലിയേറ്റീവായിട്ടുള്ള പദ്ധതികളും ഈ 3 ബാങ്കും കൂടെ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണത്തിലൂടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി മുന്നോട്ട് പോകാനും ഇവിടെയുള്ള ജനങ്ങളെ സേവിക്കാനും ഈ ബാങ്കിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. യെസ്, ഓക്കെ. ഇനി വേദിയിൽ സഹകാരികളെ ഇരിക്കുന്നത്. ടി ഉസ്മാൻ ആദരവ് ഏറ്റുവാങ്ങുന്നു. ടി ഉസ്മാൻ മുൻകാല പ്രസിഡന്റായിരുന്നു. ഇനി അടുത്തത് അബ്ദു മാസ്റ്ററാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത്. ഈ പ്രൗഢമായ വേദിയിൽ അബ്ദു മാസ്റ്റർ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. മുൻകാല പ്രസിഡന്റുമാരാണ്. കിഴുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ വളർച്ചയിൽ നിസ്തൂലമായ പങ്കുവഹിച്ച പ്രസിഡന്റുമാരാണ് ഇവരൊക്കെ തന്നെ. ഈ പ്രൗഢമായ വേദിയിൽ അവരെ ആദരിക്കുകയാണ്. ഇനി ബ്ലോക്ക് മെമ്പർ രത്നകുമാരി സംസാരിക്കുന്നു. മഹത്തായ കിഴുപറമ്പ് സഹകരണ ബാങ്ക് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റയ്യാനത്ത് കുർമാടൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സ്പോർട്സ് ഹജ്ജ് വകുപ്പ് മന്ത്രി ആയിട്ടുള്ള വി അബ്ദുറഹ്മാൻ അവർകൾ, വേദിയിലിരിക്കുന്ന സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികൾ, സദസ്സിലുള്ള ഏറെ പ്രിയം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമസ്കാരം.
കർഷകർക്കും സാധാരണക്കാർക്കും ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളുടെ കൂടെയാണ്. 1989 ചെറിയ ഒരു സംരംഭമായി ആരംഭിച്ച ഈ ബാങ്ക് ഇന്ന് ഈ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു കെട്ടിടവുമായി പ്രവർത്തിക്കുക എന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വളർച്ച നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 36 വർഷം കൊണ്ടാണ് ഈ തോതിൽ ഇതുപോലുള്ള ഒരു കെട്ടിട ഉദ്ഘാടനത്തിന് നമ്മൾ പങ്കെടുത്തത്. എന്നും സാധാരണക്കാർക്കൊപ്പം വളരെയധികം സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ കാർഷിക വായ്പ, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലുള്ള പല സാധാരണക്കാർക്ക് ആവശ്യമുള്ള വായ്പകളും അതുപോലുള്ള സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു പ്രമുഖ സ്ഥാപനമായി ഇന്ന് ഇവിടെ നിലകൊള്ളുകയാണ്. ഈ സഹകരണ സ്ഥാപനങ്ങൾ, ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാടിന് ഏറ്റവും വിലപ്പെട്ടതും പ്രാധാന്യമേറിയതുമാണ്. ഇത് ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഇനി ഓഹരി സമാഹരണ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. ശ്രീമതി ശ്രീജ സി, അസിസ്റ്റന്റ് ഡയറക്ടർ, സഹകരണ വകുപ്പ്. സ്വീകരിക്കുന്നത് കാരാട്ടിൽ മുഹമ്മദ് അലിയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി കാരാട്ടിൽ മുഹമ്മദ് അലിയെയും ഓഹരി സമാഹരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീജ സി, അസിസ്റ്റന്റ് ഡയറക്ടർ, സഹകരണ വകുപ്പ്, അവരെയും കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ശ്രീമതി ശ്രീജ സി സംസാരിക്കുന്നു. ഇന്നത്തെ ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ബി അബ്ദുറഹിമാൻ അവർകൾ, ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാനപ്പെട്ട റെയ്ഹാനത്ത് അവർകൾ, സഹകരണ വകുപ്പ് മലപ്പുറം ജില്ലാ ജോയിൻ്റ് രജിസ്ട്രാർ ശ്രീ സുരേന്ദ്രൻ സാറ്, മഞ്ചേരി താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ റഷീജ മാഡം, യൂണിറ്റ് ഇൻസ്പെക്ടർ സരിത മാഡം, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ബാങ്കിൻ്റെ മുൻ പ്രസിഡൻറ്റുമാർ, മറ്റ് തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് അംഗങ്ങൾ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പരിമിതമായ സൗകര്യത്തിൽ നിന്നും ഒരു വാടക കെട്ടിടത്തിൽ നിന്നും ഇന്ന് ഈ കാണുന്ന ഇത്രയും വിശാലമായ സൗകര്യത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഏതായാലും ബാങ്കിൻ്റെ പ്രസിഡൻറ്റ്, ഭരണസമിതി അംഗങ്ങൾ, മറ്റ് മാന്യ ഇടപാടുകാർ, മുൻ ജീവനക്കാർ, ഇപ്പോഴുള്ള ജീവനക്കാർ തുടങ്ങിയുള്ള ഒരു കൂട്ടായ ആൾക്കാരുടെ ഒന്നിച്ചുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു നേട്ടം ബാങ്കിന് കൈവരിക്കാൻ സാധിച്ചത്. കാരണം ഞാൻ 2016 കാലഘട്ടത്തിലുള്ള ഓഡിറ്റ് ചെയ്തൊരു ഓഡിറ്ററാണ്. അപ്പോൾ എനിക്കറിയാം വളരെ പരിമിതമായൊരു സൗകര്യത്തിൽ നിന്നാണ് അന്ന് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. തുടർന്ന് അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും മാന്യ ഇടപാടുകാരുടെ സഹകരണം കൊണ്ടും ഇന്ന് ഈ നിലയിലേക്ക് സ്വന്തമായി 43 സെൻറ്റ് സ്ഥലവും അതിൽ വളരെ വിശാലമായൊരു കെട്ടിടവും നിർമ്മിച്ച് അതിലേക്ക് പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചത് ഇവരുടെ എല്ലാം ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം, കർഷക സേവന കേന്ദ്രം തുടങ്ങി വളരെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്കിന് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സിംഗേഴ്സ് ഇവിടെയുണ്ട്. അവരുടെ സംഗീത പ്രോഗ്രാമുകൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഇനി നേരത്തെ നമ്മുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ച ഊർങ്ങാട്ടി സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി NK ഷൗക്കത്ത് അലി സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട
നമ്മുടെ ഈ ബാങ്കിൻ്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ വി അബ്ദുറഹ്മാൻ സാർ അവர்கள் ഇതിൽ അധ്യക്ഷം വഹിച്ച റയ്യാൻ കുറുമാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോയിൻ്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ സാർ അവர்கள் എൽ പ്രിയ, അതുപോലെ റഷീജ, വിവിധ പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമാർ, അതുപോലെ ഡയറക്ടർമാർ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നാട്ടുകാർ, സാമൂഹ്യ ക്ഷേമ ആരോഗ്യ രംഗത്ത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമായി കീഴറമ്പ് സർവീസ് സഹകരണ ബാങ്ക് മാറിക്കഴിഞ്ഞു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലേക്ക് കൂടി വളർന്നു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഈ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ സുരക്ഷാ മേഖലകളിലൊക്കെ തന്നെ ഇടപെടാൻ, പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കിഡ്നി രോഗികൾ എന്നുള്ള നിലയിൽ അവർക്ക് ഡയാലിസിസ് സംവിധാനം എന്നത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കൺസോർഷ്യം മുഖേന ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള പേരടക്കം കീഴ്പറമ്പ് ബാങ്ക് അംഗമായിട്ടുള്ള കുറുങ്ങാട്ടിയും അരീക്കോട് ബാങ്കുകളും ഉൾക്കൊള്ളുന്ന ഏറനാട് ഡയാലിസിസ് സെൻ്റർ. പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ, ഒരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, ആ പ്രോജക്റ്റ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ധനകാര്യ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് കീഴ്പറമ്പ് ബാങ്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പുരോഗമനപരമായ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിയെയും അതിലെ മെമ്പർമാരെയും അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു. കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സഹില മുനീർ സംസാരിക്കുന്നു. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടേഴ്സ്, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ, ഭാരവാഹികളെ, മറ്റു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പൗരനും സന്തോഷവും അതിലേറെ അഭിമാനകരവുമായ ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നിവിടെ നടന്ന ഈ ഉദ്ഘാടനം 1989 ഒറ്റമുറി പീടികയിൽ വാലാപ്പുഴയിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഓരോ പൗരൻ്റെയും ഇതിനോടുള്ള സഹകരണമാണ് എന്നുള്ളതിൽ ഒരു സംശയവും നമുക്കില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമുക്ക് ഏറെ വിസ്മരിക്കാവുന്ന ഒരു വ്യക്തിയാണ് കെ വി മുനീർ സാഹിബ് അടക്കമുള്ള മുൻ പ്രസിഡന്റുമാരും ഇപ്പോഴുള്ള ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കഠിനമായ പ്രവർത്തനവും കൂട്ടായ പ്രവർത്തനമാണ് ഇത്തരത്തിലൊരു രീതിയിൽ എത്തിച്ചത് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇവരെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗവാക്കാവാനും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും സാധിച്ചതിന് സംഘാടക സമിതിയോട് പ്രത്യേകം കൃതജ്ഞതയും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. എം മുഹമ്മദ് സംസാരിക്കുന്നു. വേദിയിലും സദസ്സുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത മിനിസ്റ്റർ, നമ്മുടെ ഈ ബാങ്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ ഇത് 3-ാം തവണയാണ് ഈ ബാങ്കിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മാറ്റി ഇന്ന് ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് വലിയ സന്തോഷം തന്നെ. ഈ സന്തോഷവേളയിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു ദുഃഖപരമായ സത്യവും ഇവിടെ നമ്മൾ വിസ്മരിക്കുക അത് വയ്യ. അതിന് മുൻ കാലങ്ങളിൽ പ്രവർത്തിച്ച CV നായർ, അതേമാതിരി മുനീർ KB, നമ്മുടെ വേദിയിലുള്ള മുൻ പ്രസിഡന്റുമാരായ KC മാസ്റ്റർ, അപ്പുട്ടൻ
റിട്ടേൺ ഉസ്മാക്ക, അതേമാതിരി ഒരുപാട് ആളുകൾ, ഒരുപാട് ഡയറക്ടർമാർ, മെമ്പർമാരൊക്കെ ഇതിനു വേണ്ടി ഈ നിലയിലെത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ അധ്വാനം ഇതിന് നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും ഈ സന്തോഷവേളയിൽ അവരൊന്നും കുറേ ആളുകൾ നമ്മളെ കാണാനില്ല. അവരൊക്കെ മുന്നിൽ നമ്മൾ സ്മരിക്കുകയാണ്. ഏതായാലും ഈ ഒരു പരിപാടി ഇവിടെ വരെ എത്തിച്ചതിൽ വലിയ സന്തോഷം തന്നെയാണ് ഈ ഇതിലെ ബാങ്കിലെ ഡയറക്ടർമാർക്കും മറ്റ് സംഘാടന സമിതിക്കൊക്കെ മുത്തകണ്ഠം സംശയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സർ. ഇനി കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി വിജയലക്ഷ്മി സംസാരിക്കുന്നവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറ്, മറ്റ് വേദിയിലും സദസ്സിലും നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ബാങ്കിന് കുറേ വർഷങ്ങളോളം കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ സാധിച്ചത്. എത്രയും ദയനീയാവസ്ഥയിലായിരുന്നു നമ്മുടെ ബാങ്ക് മുൻകാലഘട്ടത്തിൽ പ്രവർത്തിച്ചു പോന്നിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും എപ്പോഴും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് പ്രവർത്തിച്ചു പോരുന്നത്. അതായത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് ഭൂമിയോ എടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ നമ്മൾ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ഡയറക്ടർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് അതിനുള്ള സൗകര്യം നമ്മുടെ ബാങ്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ എപ്പോഴും മുന്നിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. ചെറിയ ബാങ്ക് ആയിരുന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി ബാങ്കിന് ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ പരമാവധി ബാങ്കിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഓരോ വ്യക്തികൾക്കും ചെറിയ തോതിൽ ലോൺ കൊടുത്തുകൊണ്ടും പലിശ കുറച്ച് കൊടുത്തുകൊണ്ടും നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ വിദ്യാഭ്യാസ ലോണും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എന്നിങ്ങനെ സൗകര്യങ്ങളും പിന്നെ ഗ്യാസ്, അങ്ങനെ ഇരിക്കേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ബാങ്ക് ചെയ്തു പോന്നിട്ടുണ്ട്. അന്ന് ആ കാലത്ത് 10 വർഷക്കാലം ഞാനും ഈ ബാങ്കിലെ ഒരു ഭരണസമിതി അംഗമായിരുന്നു. ആ കാലത്താണ് നമ്മൾ കുറേ അധികം ഈ ബാങ്കിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്നി പരിശോധന ക്യാമ്പ്, പിന്നെ ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഡയാലിസിസ് സെൻ്ററിനും വേണ്ടിയിട്ട് വളരെയധികം സഹായങ്ങൾ നമ്മുടെ ബാങ്ക് ചെയ്തു പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് പിന്നെ സഹകാരികളുടെ കാര്യത്തിലായാലും നമ്മുടെ ജനങ്ങളുടെ കാര്യത്തിലായാലും ഒരു മാതൃകയായും കൊണ്ടാണ് നമ്മുടെ കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിപ്പിച്ചു പോരുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ഈ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ എല്ലാവരും വളരെ സന്തോഷവാന്മാരായിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഈ സന്തോഷവേളയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, അടുത്തതായിട്ട് കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ഷൈജു എം സംസാരിക്കും. കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് കെട്ടിട ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായിട്ടുള്ള മന്ത്രി, അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, സഹകാരികളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ കീഴ്പറമ്പ് പഞ്ചായത്തിലെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഏക ആശ്രയമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് നമ്മുടെ ഈ സഹകരണ ബാങ്ക്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്ന് വാടക കെട്ടിടങ്ങളിൽ നിന്ന് വാടക കെട്ടിടങ്ങളിലേക്ക് മാറി. നമുക്കറിയാം ഇവിടെയുള്ള ഒരു ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരടക്കം നിലകൊന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു അടിസ്ഥാന സൗകര്യക്കുറവ് കൂടി അവർക്ക് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് മറികടന്ന് നല്ല രീതിയിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സന്തോഷകരമായ വേളയിലാണ് നമ്മളുള്ളത്. ഒരുപാട് പ്രസിഡൻറ്റുമാരും അതുപോലെ മുൻകാല പ്രസിഡൻറ്റുമാരും ഡയറക്ടർമാരൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് അവരുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് ഇന്ന് നല്ല രീതിയിൽ നല്ല സ്വന്തം കെട്ടിടത്തിലേക്ക് ബാങ്ക് എത്തി വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. തുടർന്നും നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ തന്നെ നമ്മുടെ സഹകരണ ബാങ്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി ശ്രീ ശശികുമാർ കെ സംസാരിക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഗാനമേള ടീം ഇവിടെയുണ്ട്. അവരുടെ മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കൂടെ ഉണ്ടായിരിക്കും. വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡൻറ്റ് ജലീലാക്ക
ബാങ്കിൻ്റെ വിവിധ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, മറ്റ് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെ, പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, നമ്മുടെ വാലാപ്പുഴയിൽ ഒരു ഒറ്റമുറി പീടികയിൽ ആരംഭിച്ച ഈ ബാങ്ക് ഇന്ന് സ്വന്തമായ ഒരു കെട്ടിടത്തിൽ വലിയ സൗകര്യത്തോടു കൂടിയുള്ളൊരു രീതിയിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിൽ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ബാങ്കിൻ്റെ വളർച്ചയിൽ പങ്കാളികളായിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ആളുകളുണ്ട്. ഈ ബാങ്ക് നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് വളരെ മന്ദഗതിയിലുള്ളൊരു വളർച്ചയാണ് നമുക്കുണ്ടായിരുന്നത്. ഇതിൻ്റെ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട സംഗതികളും നടക്കാതെ പോയ ഒരു സന്ദർഭത്തിൽ എനിക്കൊക്കെ അറിയാം, സഖാവ് പാൽത്തിങ്ങ പ്രഭാകരൻ ഇതിൻ്റെ പ്രസിഡൻ്റായി വരികയും ആ പ്രസിഡൻ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ രീതിയിൽ വന്നതിന് ശേഷമാണ് ഇത് കീഴ്വറമ്പ് സഹകരണ ബാങ്ക് എന്നുള്ള നിലയിൽ ഒരു പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് ആളുകളുടെ ഇടയിൽ ഒരു ബാങ്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിലയിലേക്കും വരാൻ കഴിയും. അതിനുശേഷം വന്ന് അബ്ദുമാഷു, അതുപോലെ VT ഉസ്മാക്ക, ഇങ്ങനെയുള്ള ആളുകളുടെ ആ ഡയറക്ടർ ബോർഡിൻ്റെയൊക്കെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ ആണ് ബാങ്ക് എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയത്. അതിനുശേഷം സഖാവ് മുനീറിൻ്റെ കീഴിൽ നമ്മൾ വളരെ വിഷമത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ബാങ്ക് ഈ നിലയിൽ ഇന്നത്തെ ഈ കെട്ടിടത്തിലേക്ക് വന്ന് നല്ലൊരു രീതിയിലൊരു ഉദ്ഘാടനം നടന്ന് നല്ലൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സഖാവ് മുനീർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെയും കൂടി അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ നിലയിലേക്ക് നമുക്ക് ഈ ബാങ്കിനെ കൊണ്ടുവരാനും ഇങ്ങനെ ഒരു കെട്ടിടത്തിൽ നമുക്ക് നിൽക്കാനും അന്നത്തെ ആ ഡയറക്ടർ ബോർഡിൻ്റെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് മുനീറിൻ്റെയും കൂടി ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാട്ടിൽ ഏതൊരു പ്രവർത്തനത്തിലും തുടക്കം മുതൽ തന്നെ ജനങ്ങളുടെ, സാധാരണക്കാരനായ ജനങ്ങളുടെ എല്ലാ മേഖലകളിലും, അത് കൃഷിയായാലും വായ്പയായാലും മറ്റുള്ള ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായി ആണ് നമുക്ക് ഈ ബാങ്ക് ഇത്രയും ഉയർച്ചയിലെത്താനും നല്ലൊരു നിലയിൽ എത്തിച്ചേരാനും കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സഹകാരികളായ ആളുകളാണ്. അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. ഓക്കെ, താങ്ക് യു. ഇനി ഊർങ്ങാട്ടീരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ബേബി മാത്യു സംസാരിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു ബാങ്കിന് സ്വന്തമായി കെട്ടിടമുണ്ടാകുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ സംഭവമാണ്. വളരെ വർഷങ്ങളായി വാടകയ്ക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സഹകരണ സംഘം ഇന്ന് സ്വന്തമായി നല്ല ഒരു ബിൽഡിങ്ങിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാടിനും സഹകാരികൾക്കും എല്ലാവർക്കും വളരെ ആഹ്ലാദം നൽകുന്നൊരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ ഈ ബാങ്ക് അസ്തമിച്ചു പോകുമോ, ലിക്വിഡേറ്റ് ചെയ്യപ്പെടുമോ എന്ന ഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി അതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇടപെട്ട ഒട്ടനവധി സഹകാരികളും അതിന് നേതൃത്വം നൽകിയ ആളുകളുമുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ എന്നും സ്മരിക്കേണ്ട രണ്ട് ആളുകളാണ്. ഒന്ന്, നമുക്ക് മൺമറഞ്ഞു പോയ നമ്മളെല്ലാം മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന CV നായർ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയ സുഹൃത്ത്, ഇപ്പം അവസാനം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്ന, ഇതിൻ്റെ ഉദ്ഘാടനം കാണണം എന്ന് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം എല്ലാ ചുക്കാനും പിടിച്ചിട്ടുള്ള KV മുനീർ. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന മിനി വിപിൻ ചന്ദ്രൻ എന്ന ഈ 3 വ്യക്തികളെ നമ്മൾ ഈ ഘട്ടത്തിൽ സ്മരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സഹകാരികളെയും സഹകരണ പ്രസ്ഥാനത്തെയും ആ മേഖലയിലുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്ന ആപൽക്കരമായൊരു ഘട്ടം നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന രീതിയിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ എങ്ങനെയെല്ലാം നശിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന നടപടികളും പദ്ധതികളും വരുന്നുമുണ്ട്. അപ്പോൾ അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളുമായ ആളുകൾക്ക് ഒരു സാമ്പത്തിക അത്താണിയായി മാറാൻ നമ്മുടെ ഈ കീഴ്വറമ്പ് സഹകരണ ബാങ്കും കേരളത്തിലെ മറ്റ് സഹകരണ ബാങ്കുകൾ എല്ലാവരും അതിന് സഹായകമായി നിൽക്കുന്നുണ്ട്. സാമ്പത്തികം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2018 പ്രളയം, 2019 പ്രളയം, ആ 2 പ്രളയങ്ങളും ഗവൺമെൻറ് വെച്ചിട്ടുള്ള പുനർഗേഹം എന്ന പദ്ധതിയിൽ 2000-ഓളം വീടുകൾ കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തു, പാവപ്പെട്ട മനുഷ്യന് നിർമ്മിച്ചു കൊടുത്തു. അതിൽ ഈ ബാങ്ക് മോശമല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നമ്മൾ നൽകി. കോവിഡ് എന്ന മഹാമാരി ലോകമാകെ വിഴുങ്ങിയപ്പോൾ ആ മഹാമാരിയിലും ജനങ്ങൾക്ക് സാധാരണക്കാരന് താങ്ങാവാൻ തണലാവാൻ നമ്മളെ സഹകരണ പ്രസ്ഥാനം നല്ലതുപോലെ മറ്റ് ബാങ്കുകളെക്കാളും ദേശസാൽകൃത ബാങ്കുകളെക്കാളും വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നമുക്കറിയാം. ഇപ്പോൾ അവസാനം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴും നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ സഹായം അകമഴിഞ്ഞ സഹായമാണ് ചെയ്തത്. അതുമാത്രമല്ല,
ദേശസാൽകൃത ബാങ്കുകൾ ആ പാവപ്പെട്ട മനുഷ്യന്മാരെ കടമെഴുതി തള്ളാൻ മടിച്ചപ്പോൾ കേരള ബാങ്കും കേരള ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളും മാതൃകാപരമായി കോടിക്കണക്കിന് രൂപയുടെ അവരുടെ കടങ്ങൾ എഴുതി തള്ളാൻ വേണ്ടി അതിനുള്ള തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമൂഹത്തിൽ കിഴിവർമ്പ് മാത്രമല്ല, സമൂഹത്തിലാകെ മാനം സാമ്പത്തികത്തിൻ്റെ സാധാരണക്കാരിലേക്ക്, പാവങ്ങളിലേക്ക്, തൊഴിലാളികളിലേക്ക് സഹകരണ സ്ഥാപനം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവകാരുണ്യ രംഗത്ത് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഊർങ്ങാട്ടി സർവീസ് സഹകരണ ബാങ്കും അരീക്കോട് സഹകരണ സഹകരണ ബാങ്കും കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കും മൂന്നും കൂടെ സംയുക്തമായി ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ഏർനാട് ഡയാലിസിസ് സെൻ്റർ എന്ന പേരിൽ ഈ 3 പഞ്ചായത്തിന് കീഴിൽ വരുന്ന നിർധനരായ കിഡ്നി രോഗികൾക്ക്, വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഇപ്പോൾ 50 പേർക്ക് 3 ഷിഫ്റ്റിലായി ഒരു ദിവസം 3 ഷിഫ്റ്റ് എന്ന രീതിയിൽ 9 മിഷനും 2-3 കോടി രൂപയുടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കാൻ, ചാരിറ്റബിളായി പ്രവർത്തിക്കാൻ കേരളത്തിൽ ആദ്യമായി ഒരു സഹകരണ സംഘത്തിന് കഴിഞ്ഞെങ്കിൽ അത് ഈ 3 ബാങ്കുകളുടെ ഒരു സംയുക്ത ആലോചനയാണ്. ആ ആലോചനയിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്മരണയിലുള്ള KV മുനീർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആലോചന നടത്തണമെങ്കിൽ ബാങ്കുകൾക്കൊരു മാനുഷിക മുഖമുണ്ടാവണം. സാമ്പത്തിക മുഖം മാത്രം പോരാ. എല്ലാ ബാങ്കുകൾക്കും സാമ്പത്തിക മുഖം മാത്രമേ ഉള്ളൂ, പലപ്പോഴും ഉണ്ടാവാറുള്ളൂ. നിക്ഷേപം എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ വായ്പ കൊടുക്കണം, അതുമാത്രമാണ് പല ബാങ്കുകളും ആലോചിക്കുന്നത്. അതിന് വ്യത്യസ്തമായി ജീവകാരുണ്യ രംഗത്തേക്ക് കൈവെക്കണമെന്ന്, ആ രംഗത്ത് ഇറങ്ങിച്ചെല്ലണമെന്ന് കൃത്യമായി തീരുമാനിച്ച ബാങ്കിൻ്റെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൽ പങ്കുവഹിച്ച ഒരു ബാങ്കാണ് കീഴ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കും ഊർങ്ങാട്ടി സർവീസ് സഹകരണ ബാങ്കും അരീക്കോട് സർവീസ് സഹകരണ ബാങ്കും. അത് കേരളത്തിന് മാതൃകയാണ്. ഞങ്ങൾ ഈ മുനീറും ഞാനും നാസറാക്കയും അടക്കമുള്ള 3 ബാങ്കുകളുടെയും പ്രസിഡന്റുമാരും അതിൻ്റെ ഡയറക്ടർമാരും കൂടി ചെന്ന് നമ്മുടെ വാസവൻ മിനിസ്റ്ററെ കണ്ടപ്പോൾ മിനിസ്റ്റർ വലിയ ആഹ്ലാദത്തോടെ നമ്മുടെ ഈ സംരംഭത്തെ ഏറ്റെടുത്തത്. ഇത് കേരളത്തിൽ ആദ്യ സംരംഭമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനടക്കം മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ബാങ്ക് എന്ന നിലയ്ക്ക് ഈ ബാങ്ക് ഒരു ഘട്ടത്തിൽ വളരെ ശോച്യാവസ്ഥയിൽ കിടന്ന ബാങ്കിനെ ഇന്ന് സ്വന്തമായി ഇത്രയും വലിയൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റാനും ആളുകൾ ഗുണകരമായി പ്രവർത്തിക്കാനുമുള്ളൊരു സംഘമാക്കി മാറ്റാൻ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും സഹകാരികളെയും ഈ നാട്ടിൽ നല്ലവരായ മനുഷ്യന്മാർക്കും ഈ ഉദ്ഘാടന വേളയിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ മക്കൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ഇനി വേദിയിൽ ഏർനാട് റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ ശ്രീ PK ചേക്കുട്ടി സംസാരിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ മന്ത്രി വി അബ്ദുറഹ്മാൻ, അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് അംഗം റിഹാനത്ത് കുറുമാടൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, ഈ ബാങ്ക് ഇവിടം വരെ എത്തുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല. നിങ്ങളാരെയും പ്രതീക്ഷ എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എത്രയോ മുന്നോട്ട് ഈ ബാങ്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കൊരിക്കലും ഇതിങ്ങോട്ട് ഉൾക്കൊണ്ടില്ല. ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഇതൊക്കെ ചെയ്താൽ ഇതിൻ്റെ ബിസിനസ് ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ പരിസരത്ത് എനിക്ക് അത്യാവശ്യം ഒരു എല്ലാ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട്. അതിൽ ചില ഇതും നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര സൗകര്യത്തിൽ സാധാരണക്കാരന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ പറ്റിയ ഒരു സഹകരണ പ്രസ്ഥാനമാണിത്. മറ്റ് ബാങ്കിലൊക്കെ ചെന്നാൽ അതിൻ്റെ ഒരു ചെരുപ്പ് ഒക്കെ തേഞ്ഞിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുള്ളൂ. അവിടെ ചെന്നാൽ തന്നെ ക്യൂ നിൽക്കണം, ടോക്കൺ എടുക്കണം. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു ദിവസമാവും. ഇപ്പോൾ ഈ നമ്മളെ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ചെന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയുമ്പം സ്റ്റേറ്റ് ബാങ്ക് മാറി പെട്ടെന്ന് വലിയ രീതിയിലുള്ള മാറ്റമാണ് അവർ വരുത്തിയിട്ടുള്ളത്. ക്യൂ നിന്ന് രാവിലെ പോയാൽ വൈകിട്ടാണ് നമുക്ക് കാശ് കിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഉയർന്ന് പാവപ്പെട്ടവന് വളരെ ലളിതമായ വ്യവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് സാമ്പത്തികം പൈസ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു സൗകര്യം ഈ ബാങ്കിലുണ്ട്, നമ്മൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. പിന്നെ നമ്മളെ ഈ ബാങ്കിൻ്റെ തുടർച്ചയെപ്പറ്റി, ഇതിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം വാലില്ലാപ്പുഴയിൽ നമ്മളെ ബഹുമാന്യനായ മന്ത്രി ശിവദാസ മേനോൻ ഉദ്ഘാടനം ചെയ്ത അന്ന് ഞാനുണ്ടായിരുന്നു. അവിടുത്തെ അവസ്ഥ അങ്ങനെ മെല്ലെ വന്ന് ഇപ്പോൾ ഇവിടെ ശശികുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇത് ഇങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞത് നമ്മുടെ
പാലത്തിങ്ങൽ പ്രഭാകരൻ പ്രസിഡൻ്റായി വന്നപ്പോഴാണ് എന്നും പിന്നെ അതിന് മുമ്പൊക്കെ ഉള്ള ആൾക്കാരെ ചെറുതാക്കല്ല, പക്ഷേ അദ്ദേഹം വന്നപ്പോൾ ഇതിനൊരു മാറ്റം വന്ന് പിന്നെ കിട്ടിയത് KV മുനീറാണ്. KV മുനീറിനെ നമ്മൾ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പിന്നെ ത്യാഗം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പിന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബാങ്കിൻ്റെ ഉദ്ഘാടനം എന്നുള്ളത്. എന്നോട് തന്നെ സ്വകാര്യമായിട്ട് പറഞ്ഞു നമ്മളെ ബാങ്ക് ഉടനെ ഉദ്ഘാടനം ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് ഇതിൽ വെക്കാൻ കഴിഞ്ഞില്ല. എന്നാലും പിന്നെ ഇത് വലിയൊരു ഇതിലേക്ക് പോയി, ഈ ബാങ്ക് വളരെ ഉയർന്ന ഇതിലേക്ക് പോയി എന്നുള്ളത് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു, പിന്നെ ആശ നമ്മൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഇനി മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്മാൻ വീട്ടി സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുറുമാടൻ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ആളുകൾ, നമുക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാലാപ്പോയെന്നും തുടങ്ങി ഇന്നിപ്പോൾ നല്ലൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ഈ സഹകരണ ബാങ്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് ആളുകളുടെ പങ്കുണ്ട് എന്ന് ഓർമ്മിക്കുകയാണ്. ഏതായാലും നമുക്ക് സ്മരിക്കാനുള്ളത് ഒന്ന് CB നായരും 2 മിനിയും ബാങ്ക് സെക്രട്ടറി എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഇനിയുള്ള പ്രസിഡൻറ്റും ജലീലും അതുപോലെ തന്നെ സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഒക്കെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഇനി മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുമാഷ് KC സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ പ്രിയമുള്ളവരും, കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും വലിയ ഒരു സന്തോഷം ഉള്ള സമയമാണ് നമുക്ക്. ഒരു വലിയ അടുത്ത പ്രദേശത്ത് ഇത്ര വലിയ ബാങ്കില്ല, കെട്ടിടത്തിന് വലിപ്പം കൊണ്ട് നല്ല ലുക്കാണ്. റോഡ് വന്നൊക്കെ ബാങ്ക് കണ്ടാൽ കാണാൻ മാത്രമുള്ള രീതിയിലുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. യാതൊരു സംശയമില്ല അത് വളരുമെന്നുള്ളതിൽ. ഒരുപാട് നേരത്തെ പറഞ്ഞു, ചേക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ പ്രയാസപ്പെട്ട സമയത്താണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രയാസം അന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഉറക്കില്ലാതെ കഴിഞ്ഞു പോയ രാവുകൾ കുറേ ഉണ്ടായിട്ടാണ്. അങ്ങനെയാണ് അപ്പുക്കുട്ടൻ ഇതിന് പറ്റുമെന്ന് എനിക്ക് തോന്നിയത്. അപ്പുക്കുട്ടൻ പ്രസിഡൻ്റായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, സത്യമാണത്. ഞാൻ 10 കൊല്ലം ഞാൻ അപ്പുക്കുട്ടൻ ഒട്ടി നിന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പോകാമെന്ന് പറഞ്ഞ് പ്രസിഡൻ്റാക്കി. ഞാൻ പ്രസിഡൻ്റ് അല്ലാതായി. ആ കഥകളിൽ ഞാൻ പോകുന്നില്ല. ഏതായാലും ആ 10 വർഷം ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് പോകുമ്പോഴുള്ള പ്രയാസം തീർക്കാൻ ഞാൻ ഒട്ടി നിന്നിട്ടുണ്ട്. എങ്ങോട്ടേ പോവുകയാണെങ്കിലും ഞാൻ അപ്പൂൻ്റെ കൂടെ പ്രഭാകരൻ്റെ കൂടെ ഉണ്ടാവും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല, വെറും 0 ആണ്. ആ 0യിൽ നിന്ന് ബന്ധി വന്ന് അതിൻ്റെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് സത്യത്തിൽ ആ കാലത്തുള്ള 2003 തൊട്ട് 2010-13 വരെ ഞാൻ പോകുന്ന വരെയുള്ളൊരു കാലഘട്ടത്തിലാണ് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റുള്ളത്. ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഇപ്പോൾ TD പ്രഭാകരനെ പോലത്തെ ആളുകൾ, സഖാക്കൾ, അങ്ങനെ കുറേ ആളുകൾ ഇതിന് വേണ്ടിയിട്ട് പേടിച്ച് നടന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ ഡയറക്ടറെന്ന് പറയാൻ പേടിയായിരുന്നു. സഖാക്കൾ ഇടതുപക്ഷമാണ് ഭരിക്കണമെന്നുള്ള രീതിയിൽ എന്നാൽ ഇടതുപക്ഷക്കാർ പൈസ കൊണ്ടുപോയി ഇട്ടുമോ? അത് ഇട്ടുമില്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവൻ്റെ പൈസ കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പറഞ്ഞ് പൊള്ളും പറയും ഒക്കെ പറയും. ആ രീതിയിലാണ് പണം സ്വരൂപിച്ചിട്ട് ഇതിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരുപാട് വലിയ വിജയമായി. ഇപ്പം നമുക്ക് അഭിമാനിക്കാം, നമ്മളൊക്കെ ഇതിൻ്റെ വളർച്ചയിൽ നമ്മളൊക്കെ പങ്കുണ്ട്. ഒരുപാട് ഡയറക്ടർമാരുണ്ടായിട്ടുണ്ട്. ആ ഡയറക്ടർമാരൊക്കെ തന്നെ അഭിമാനത്തോടു കൂടിയ നാട്ടുകാർ ഒക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കട ആർക്കും കൊടുക്കാം, ലോൺ കൊടുക്കാം. ഇപ്പോൾ പണമുണ്ട് ബാങ്കിൽ, ആ സംശയമില്ല, പണം ഉണ്ടെന്ന് ഞാൻ കേട്ടത്. പക്ഷേ കൊടുത്താൽ തിരിച്ച് കിട്ടാനുള്ളൊരു പണി വാങ്ങിപ്പോകാൻ വളരെ എളുപ്പമാണ്. നമ്മളാളെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വാങ്ങിപ്പോവും. അത് തിരിച്ച് വാങ്ങാനുള്ളൊരു ശേഷി കാണിക്കണം. അത് ഞാൻ ഉപദേശിക്കുന്നതല്ല, അത് ഡയറക്ടർമാർ ജീവനക്കാർ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടി ഞങ്ങൾ നടന്നു പോകണത്, ഈ പഞ്ചായത്ത് ആകെ നടന്നു പോകണം. പിന്നെ ഞാൻ സ്കൂട്ടർ പഠിച്ച പിന്നെ കുറേ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉണ്ടാക്കും സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലായിരുന്നെന്ന്. 2010 ഞാൻ 2010 പഠിക്കണത്. നടന്ന് പോയിട്ട് കല്ലുങ്കലും അതുപോലെ തന്നെ പയമ്പാറും കുനിയിലും വലിയകുന്നത്തും എല്ലാം നടന്ന് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആണ് ഇതിൻ്റെ ഈ കിട്ടാനുള്ള കുറ്റികളൊക്കെ പിരിച്ചുണ്ടാക്കിയത്.
അതോടൊപ്പം തന്നെ ഷീബിയും മിനി ബീബിനും വേറെ ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോകും. ഇറ്റ പോയിട്ട് ആകെ രാവിലെ പോയിട്ട് വൈകുന്നേരം ആവോളും പണിയെടുത്തിട്ട് വല്ല ഇതിന് പിന്നെ പണം ശേഖരിക്കുന്ന ഏറി വന്ന 5000-10000 ഉറുപ്പ്യ ഇട്ടു. 1000 ഉറുപ്പ്യൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഷീബയൊക്കെ വന്നിട്ട് 1000 ഉറുപ്പ്യ കാണോ ബാങ്കിലേക്ക്. ഞാൻ ഡയറക്ടർ ആയിട്ടില്ല, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത്. അങ്ങനെ പ്രയാസപ്പെട്ട് അതിൽ നിന്നൊക്കെ പോകുന്നു. ഇപ്പം നമുക്ക് പണമുണ്ട്, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ജീവനക്കാർക്ക് കഴിയണം, നമ്മളെ ബോർഡിന് കഴിയണം, ബോർഡ് അംഗങ്ങൾക്ക് കഴിയണം. ബോർഡ് അംഗങ്ങളും ഇത് നമ്മുടേതാണ്, ഇത് ജനങ്ങളുടേതാണ് എന്നുള്ള ബോധത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉണ്ടാവും. എല്ലാ ആശംസകളും അർപ്പിക്കും. അവസാന ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രഭാകരൻ പാലത്തിങ്കൽ അവരെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ ജലീൽ, അതേമാതിരി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കനായ മന്ത്രി അബ്ദുറഹ്മാൻ, മറ്റ് സഹകാരികളെ, ജീവനക്കാരെ, ഭരണസമിതി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കീഴുപറമ്പ് പഞ്ചായത്തിലെ കർഷകർക്കും കർഷകേതര വിഭാഗങ്ങൾക്കും ഒരു അത്യാവശ്യം വരുമ്പോൾ ബന്ധപ്പെടാനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനാവശ്യമായ ഒരു ബാങ്കായി കീഴുപറമ്പ് സർവീസ് എന്ന ബാങ്ക് വളരുക എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സന്തോഷ ദിനമാണ് ഇന്ന്. നമുക്കറിയാം, സുഹൃത്തുക്കൾ സൂചിപ്പിച്ചു, പല സുഹൃത്തുക്കളും സൂചിപ്പിച്ചു, ഒറ്റമുറിയിൽ 1000 രൂപ ലോൺ കൊടുത്തുകൊണ്ട് ആരംഭിച്ച നമ്മുടെ ബാങ്ക് ഇന്ന് മലപ്പുറം ജില്ലയിലെ മറ്റുള്ള ബാങ്കുകൾ കൊണ്ട് കിടപിടിക്കാൻ പറ്റിയ രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത എതിരാളികൾ പോലും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുൻ ഭരണസമിതി അംഗങ്ങളും മുൻ പ്രസിഡന്റുമാരും അതിലുപരിയായി വലിയ രീതിയിൽ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ജീവനക്കാരെയും എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഈ ബാങ്കിന് ഒരു വലിയ വളർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. കീഴുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൻ്റെ നന്ദി ഭാഷണത്തിന് വേണ്ടി കീഴുപറമ്പ് SCB വൈസ് പ്രസിഡന്റ് ശ്രീ റഫീഖ് അരഞ്ചിരിമ്മൽ അവർകളെ വേദിയിൽ ക്ഷണിക്കുകയാണ്. കീഴുപറമ്പ് സർവീസ് ബാങ്ക് അതിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ, അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, വേദിയിൽ സന്നിധരായ മറ്റു പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ സഹകാരികൾക്കും കീഴുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഹലോ, ആരും പോകരുത് കേട്ടോ, ഗാനമേള ഉണ്ട്, ആരും പോകരുത്. ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് തന്നെ കയറി വരി.
hello, check, hello, check, hello, 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 check, hello, hello, check, check, hello. La 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 la. Oh la la la. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പിട് ജുംത 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 ജും, കുറുംകുഴൽ കൊട് ജുംത 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 ജും. തപ്പിട് തകിൽ പുറം കൊട് ജുംത 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 ജും. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ആകാശകൂടാരക്കേടിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാത്തിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്. ആകാശകൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാത്തിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജുംത 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 ജും, ജുംത 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 ജും ജും. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. നക്ഷത്രപൂഞ്ഞാന ചെപ്പിൽ കിനാവിന്റെ ഈറ്റം നിറയ്ക്കുന്നതാര്, കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര്. നക്ഷത്രപൂഞ്ഞാന ചെപ്പിൽ കിനാവിന്റെ ഈറ്റം നിറയ്ക്കുന്നതാര്, കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര്. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജുംത 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 ജും, ജുംത
തജും 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 ഝും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ കുമ്പിട് ജും തജും 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 കുറുങ്കുഴൽ കൊട് ജും തജും 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 ജും തപ്പിട് തകിൽ പുറം കൊട് ജും തജും 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 നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവ് ലാല 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 ഓ ലാല യേ ഹേ ഹേ താങ്ക് യു. അടുത്ത സോങ്ങിനെ നമ്മൾ ക്ഷണിക്കാം. കലാഭവൻ സുഭാഷ്. ഹലോ ഹലോ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പള്ളിക്കരിമീ ചെമ്മീനേ പെണ്ണിന്റെ പൊട്ടല് ദയുള്ള പെട്ടക്കിണ മീനാനേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പള്ളിക്കരിമീ ചെമ്മീനേ പെണ്ണിന്റെ പൊട്ടല് ദയുള്ള പെട്ടക്കിണ മീനാനേ. പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കണ്ണങ്ങളക്കിന് കച്ചോടം. പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കണ്ണങ്ങളക്കിന് കച്ചോടം. അന്നത്തെ ചന്ദന കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി. അന്നത്തെ ചന്ദന കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പള്ളിക്കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പെട്ടക്കിണ മീനാനേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങട്ടും ഇങ്ങട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങട്ടും ഇങ്ങട്ടും ഓടി ഞാൻ. നേരമോ മീനും ചിന്നി അന്നത്തെ കച്ചവടം വെള്ളത്തിലാ. നേരമോ മീനും ചിന്നി അന്നത്തെ കച്ചവടം വെള്ളത്തിലാ. ചാലക്കുടി ചന്തയ്ക്ക് പോകുന്ന ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പള്ളിക്കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് ദൈവള്ള പെട്ടക്കിണ മീനാനേ. പെണ്ണ് ചേരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ല കാശ് പോയി. പെണ്ണ് ചേരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ല കാശ് പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാനേ. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാനേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുന്ന ചന്ദന ചോപ്പുള്ള മീൻകാരി
സുന്ദരി പെണ്ണിന്റെ കണ്ടേ ചെമ്മല്ലിക്കരീമി ചെമ്മീനേ പെണ്ണിന്റെ തൊട്ടല് നെയ്യുള്ള പെട്ടപ്പിന്റെ മീനാനേ. താങ്ക് യു. ഹലോ ഹലോ ചെക്ക് 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 ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ ഹലോ ചെക്ക് ചെക്ക് ഹലോ 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 ചെക്ക് ചെക്ക്. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിലെ ശൃംഗാരി കളിയാടാൻ വാ. മുച്ചാനെ ഒന്ന് മുച്ചാനെ മുന്തിരി മാറത്ത് പടരാൻ മോഹം. നീ വട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുക്കി കസ്തൂരി എന്റെ കസ്തൂരി അഴകിലെ ശൃംഗാരി കളിയാടാൻ വാ. മുച്ചാനെ ഒന്ന് മുച്ചാനെ മുന്തിരി മാറത്ത് പടരാൻ മോഹം. ഓമന ചുണ്ടിലെ ചേലിൽ മാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു. കോമള കവിളിലെ തോപ്പിൽ കാട്ടു തക്കാളി ചന്തവും കണ്ടു. പോലെ ചേർന്നുറങ്ങണം. അയ്യേ വെച്ചതിന്റെ മച്ചാനെ പൊന്നു മച്ചാനെ മുന്തിരി മാറത്ത് പടരാൻ മോഹം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിലെ ശൃംഗാരി കളിയാടാൻ വാ. പൂമരം ചുറ്റു നീ കൊഞ്ചുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ ഉണരും. മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും. നീ വട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിലെ ശൃംഗാരി കളിയാടാൻ വാ. വട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി
ഗൗരി അഴകിലെ ശൃംഗാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ എന്തിരി മാറത്ത് പടരാൻ മോഹം. താങ്ക് യു. അടുത്ത ശബ്ദത്തിന് ഷാജിനെ ക്ഷണിക്കാം. ഹലോ, കുറച്ച് സൗണ്ട് കുറക്കണം, മൈക്ക് കുറച്ച് ഓവറാ, കുറക്കണം, താത്തണം. ഹലോ 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 താത്തയ്യ താത്തയ്യ नैनों में सपना सपनों में सजना सजना पे दिल आ गया क्यों सजना पे दिल आ गया नैनों में सपना सपनों में सजना सजना पे दिल आ गया क्यों सजना पे दिल आ गया लालू बोले देखे जवानी के बोले देखे हंसी के बोले देखे दिल पे हो तू ही जान गया तू ही जान गया और नैनों में सपना सपनों में सजनी सजनी पे दिल आ गया तो सजनी पे दिल आ गया तातैया तातैया हो तातैया तातैया हो धुंटन 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 मिला कोई भी तुझसा मैंने देखी हर गली मैंने छोड़ा ज़माना सारा मैं तेरे संग चली तन तेरा किला किला चमन तू जवानी की गली तेरी खुशबू है मेरी सांसों में पल पल है पली रंग सहर मेरा तेरा जो इशारा मिला मुझे जग इशारा मिल मेरे तो तुझे पा गया तुझे पा गया नैनों में सपना सपनों में सजना सजना पे दिल आ गया क्यों सजना पे दिल आ गया सुन जरा नड़ सुन जरा कली क्या मेरी चूड़ियां नागिन बन बन के दसती है मुझको भी दूरियां ये मजबूरियां ये बस कुछ की सालगी लेके आऊंगा तेरे घर में तू एक दिन पालकी मेरा गगन होगा सच्चा बंधन होगा अपना मिलन होगा मन को तू ही बात गया तू ही बात गया नैनों में सपना सपनों में सजना सजना पे दिल आ
बेसपना सपनों में सजनी दिल आ गया तू शादी पे दिल आ गया ഹലോ ഹലോ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ടേ ആ കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ടേ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പെണ്ണിനെ കണ്ടേ ആ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ ഒരു മുത്ത് വെക്കണ പെണ്ണിനെ കണ്ടേ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആരോമൽ ചേകവരുടെ വെങ്ങളാണ് ഉണ്ണിയാർച്ച അവൾ അംഗം വെട്ടണ വേലയും കണ്ടേ ആരോമൽ ചേകവരുടെ വെങ്ങളാണ് ഉണ്ണിയാർച്ച അവൾ അംഗം വെട്ടണ വേലയും കണ്ടേ ആ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ
കണ്ടേ, പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. ആ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ആലുവ പുഴയും കണ്ടേ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ആലുവ പുഴയും കണ്ടേ. ആ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. താങ്ക് യു. ഹലോ ഹലോ ഹലോ. പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും. പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും. പൂമാനം പൂത്തുലഞ്ഞേ. എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ, തുടുക്കും കവിളിലൻ പാടുണ്ടല്ലോ, തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ. എനിക്കും നാവിലൻ പാട്ടുണ്ടല്ലോ, തുടുക്കും കവിളിലൻ പാടുണ്ടല്ലോ, തുടിക്കും മാറത്തും തുളുമ്പും ചുണ്ടത്തും തേനുണ്ടല്ലോ. കുടില് നിറന്നു കളി നിറന്നു കണ്ടു വാക്കിളിയെ, തെളിഞ്ഞു പുഴയും വഴലും പൊന്നോണം കാത്ത നെഞ്ചു. പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചു. പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചു. പൂമാനം പൂത്തുലഞ്ഞേ.
പൂക്കുന്ന കടമ്പാണല്ലോ ഇടവപ്പാതിക്കുവിയർത്തോളല്ലോ പിടയും തോണിയിൽ പിരിയും നേരത്ത് കരഞ്ഞോളല്ലോ ഉണർന്നാൽ പൂക്കുന്ന കടമ്പാണല്ലോ ഇടവപ്പാതിക്കുവിയർത്തോളല്ലോ പിടയും തോണിയിൽ പിരിയും നേരത്ത് കരഞ്ഞോളല്ലോ അവളുണർന്നു കുളി കഴിഞ്ഞു കണ്ടു ആ കിളിയെ തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയൽ പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലെന്റെ കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയൽ പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞ്. താങ്ക് യു. ഹലോ ഹലോ सलाम सलाम दिल मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह दिल दिल जासिम वाले मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह दिल दिल जासिम वाले मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പണിനീരിൻ കടവത്ത് കുടമുല്ലല്ലോ പണിമുക്കും പൊന്നിന്റെ ഉടവാടുമുണ്ടല്ലോ മറുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലഭൂമിൽ ചേലൊച്ച വെള്ളപട്ടി കുപ്പായം അവന്റെ ചില്ല ചില്ലത്തിൽ നിന്നും പൊതിന്നാടെ മുല്ലഭൂമിൽ ചേലൊച്ച വെള്ളപട്ടി കുപ്പായം അവന്റെ ചില്ല ചില്ലത്തിൽ നിന്നും പൊതിന്നാടെ सलाम सलाम मोहम्मद सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह दिल दिल जासिम वाले मुबारक सलाम सलाम या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह या अल्लाह മയ്യഴുതാൻ വന്നല്ലോ മന്ദാരത്തും ചുണ്ടുകളിൽ വെണ്ണിയാവുതടിഞ്ഞല്ലോ മൈലാഞ്ചിക്കും കയ്യുകളിൽ മയ്യഴുതാൻ വന്നല്ലോ മന്ദാരത്തും ചുണ്ടുകളിൽ വെണ്ണിയാവുതടിഞ്ഞല്ലോ ഉപരത്തിൽ കുഞ്ഞിനവിൽ ഉമണി നട്ടു വീഴ്ചുകയോ ചന്ദ്രനെ ചന്ദ്രനെ ചന്ദ്രന ചാടുകയോ ചന്ദ്രനെ अस्सलाम वालेकुम अस्सलाम वालेकुम वालेकुम अस्सलाम वालेकुम अस्सलाम പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ലല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാടുമുണ്ടല്ലോ നറുഭൂമിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലഭൂമിൽ ചേലൊച്ച വെള്ളപട്ടി കുപ്പായം അവരുടെ ചില്ല ചില്ലത്തിൽ നിന്നും പൊതിന്നാടെ ആ മുല്ലഭൂമിൽ ചേലൊച്ച വെള്ളപട്ടി കുപ്പായം അവരുടെ ചില്ല ചില്ലത്തിൽ നിന്നും പൊതിന്നാടെ सलाम सलाम
മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിലി ദിലി ജാസിം ഖാലിദ് അൽ മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ മുദ്രയിലെ യസ്സുപാട്ടിൻശീലുണ്ട് നെഞ്ചിന്നെതിരിടലെങ്കിലൊരു കുഞ്ഞു നവുമിരിപ്പുണ്ട് നിസ്കാരത്തും മുദ്രയിലെ യസ്സുപാട്ടിൻശീലുണ്ട് നെഞ്ചിന്നെതിരിടലെങ്കിലൊരു കുഞ്ഞു നവുമിരിപ്പുണ്ട് വെഞ്ചരത്തിൽ വെന്തു വെന്തു മുമ്പയും നവുമിരിക്കുന്നുണ്ട് താരകളിൽ താരകളിൽ അറബ് വീട്ടിൽ വിരിച്ചതായോ താരകളെ പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ കടവത്തിൽ കുടമുല്ലല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാഴുമുണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ നമ്മുടെ മുകിൽ ചേർത്താവുള്ള പതിപ്പായി അവിടെ ചില നമ്മുടെ മുകിൽ ചേർത്താവുള്ള പതിപ്പായി അവിടെ ചില സലാം സലാം മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിലി ദിലി ജാസിം ഖാലിദ് അൽ മുഹമ്മദ് സലാം സലാം യാ അല്ലാ 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 യാ അല്ലാ. കീഴുപറമ്പ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സമൃദ്ധി കർഷക സേവന കേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് അരീക്കോട് റോഡിൽ കുഞ്ഞമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡയറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ കല്ലിങ്ങൽ പമ്പിൻ്റെ അടുത്താണ്. ഇവിടെ നമ്മളെ നിലവിലിപ്പം ഏറെക്കുറെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് വരുന്നുണ്ട്. അതിലിപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ എക്സോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള നമ്മളെ ലിപ്പോട്ടെ, അക്കായി ബെറി, പിന്നെ കൊക്കോ പ്ലം, മക്കോട്ടോ ദേവ, മട്ടോവ, പിന്നെ മാവിൻ്റെ ഐറ്റംസിൽ വരുന്ന തായ്ലൻഡ് വെറൈറ്റീസ് വരുന്ന നാംഡോക്ക്, കാട്ടിമൺ, യൂവേണ്, പിന്നെ അങ്ങനെ അനേകം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരുന്നുണ്ട്. പിന്നെ ജാക്കിൻ്റെ വെറൈറ്റീസിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഹോം ഗ്രൗണ്ട് ഐറ്റംസ് ആയിട്ടുള്ള ദ്യാങ് സൂര്യ, വിയറ്റ്നാം സൂപ്പർ എർലി, കംബോഡിയൻ ഓറഞ്ച് ജാക്ക്, J33, പിന്നെ ഗംലസ്, അങ്ങനത്തെ ഐറ്റംസും വരുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ നങ്കടാക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. പിന്നെ അല്ലാത്ത AVR, ചീരക്കുഴി, നങ്കടാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനേകം വെറൈറ്റീസ് ജാക്കിൻ്റെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ കളക്ഷൻസ് അധികം വരുന്നത് മാവിൻ്റെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 40ഓളം ലോക്കലും അല്ലാത്തതുമായിട്ടുള്ള 40ഓളം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് മാവിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഈ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള നാരങ്ങ, പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം, പുലോസൻ, റംബൂട്ടാൻ്റെ ഒക്കെ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ലോങ്ങൻ്റെ ഐറ്റംസും വരുന്നുണ്ട്. ലോങ്ങൻ്റെ ഇപ്പം നമ്മുടെ അടുത്ത് കാഴ്ച ഏകദേശം ഒരു 4000 റേഞ്ചിലൊക്കെ വരുന്ന പിങ്ക് പോങ്ങിൻ്റെ തൈകൾ നമ്മുടെ അടുത്ത് കാഴ്ച തന്നെ വരുന്നുണ്ട്. പിന്നെ 1,200 ഒക്കെ ഡയമണ്ട് റിവർ അങ്ങനത്തെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ദുരിയൻ്റെ ഐറ്റംസ് വരുന്നത്, ദുരിയൻ്റെ ഏകദേശം ഒരു ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്, ഏകദേശം ഒരു 3 years ഏജ് ആയ പ്ലാന്റ്സ് വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ അതേമാതിരി കെപ്പലും ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു 3 yearsൻ്റെ അടുത്ത് ഏജ് ആയ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്.